ഹലോ ഫ്രണ്ട്സ്, തൊടുവിസിലെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് ഒലയുടെ ഷോറൂമിലാണ്, തൊടുപുഴയാണ്. അപ്പോൾ നമ്മൾ ആദ്യം ഇരിക്കുന്ന ആ ജെറ്റ് ബ്ലാക്ക് വണ്ടി നമ്മൾ ബുക്ക് ചെയ്ത് വന്നതാണ് കേട്ടോ. ഒലയുടെ X1 X എന്ന് പറഞ്ഞ ഒരു വേരിയൻ്റ് ആണ്. 1,10,000 രൂപയാണ് ഈ വണ്ടിക്ക് ഓൺ റോഡ് റേറ്റ് കാര്യങ്ങളെല്ലാം വരുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഡെലിവറി എടുക്കാൻ വണ്ടിക്ക് നമ്പർ ആയിട്ടില്ല, രജിസ്ട്രേഷൻ പ്രോസസ്സ് കാര്യങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് വണ്ടി പുറത്തേക്ക് ഇറക്കാൻ പറ്റുള്ളൂ. അപ്പോൾ വണ്ടിയുടെ ഫുൾ ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം ഈ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാം കേട്ടോ. നമ്മൾ 3 കിലോവാട്ടിൻ്റെ വേരിയൻ്റാണ് നമ്മളിപ്പോൾ ബുക്ക് ചെയ്തിവിടെ വന്നിരിക്കുന്നത്. നമ്മുടെ വണ്ടിയുടെ മൊത്തത്തിലുള്ള ലുക്ക് ഇതാണ്. പ്രൊജക്ടർ ഹെഡ്ലാമ്പാണ് വന്നിരിക്കുന്നത്. 2 ഹാലോജൻ ബൾബാണ് കേട്ടോ വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ട്യൂബ്ലെസ് വൈഡ് ടയർ കാര്യങ്ങളെല്ലാം ഉണ്ട്. അതുപോലെ തന്നെ സൈഡിലായിട്ട് X എന്നുള്ള ആ ഒരു ബാഡ്ജിങ്ങും കാര്യങ്ങളെല്ലാം കാണാം. അതുപോലെ തന്നെ ബാക്കിലെ ബ്രേക്ക് ലൈറ്റും വണ്ടിയുടെ LED ആണ് വരുന്നത്. അതുപോലെ S1 X എന്നുള്ള ആ ഒരു ബാഡ്ജിങ്ങും കാര്യങ്ങൾ പുറകെ കാണാം. ഇവിടെയാണ് ചാർജിങ്ങിൻ്റെ ആ ഒരു പോർട്ടിൻ്റെ കാര്യങ്ങളെല്ലാം വരുന്നത്. ഈ വണ്ടിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യത്യാസം വന്നിരിക്കുന്നത് ഈ വണ്ടിയുടെ ചെയിനാണ് വന്നിരിക്കുന്നത്. നേരത്തെ ഷാഫ്റ്റ് ആയിരുന്നു, അത് മാറി ഇപ്പോൾ വണ്ടിയിൽ നമ്മുടെ ചെയിൻ സംവിധാനമാണ് വന്നിരിക്കുന്നത്. അന്നേരം വണ്ടിക്ക് മൈലേജ് കാര്യങ്ങളെല്ലാം കൂടും, കൂടുതൽ ദൂരം ഓടും. അതുപോലെ തന്നെ കുറച്ച് നാൾ മെയിൻ്റെനൻസ് കാര്യങ്ങളെല്ലാം നമ്മൾ വല്ലപ്പോഴും ചെയ്താൽ മതി. അങ്ങനെയുള്ള പല ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ട് കേട്ടോ. ഈ സ്പീഡോമീറ്ററിൻ്റെ ഭാഗം ബ്ലാക്കാണ് വരുന്നത്. അപ്പോൾ നമ്മൾ ബ്ലാക്ക് വണ്ടി തന്നെ എടുക്കാൻ കാരണം ഇത് ഒറ്റ ഒരു ലുക്കിൽ തോന്നാൻ വേണ്ടിയിട്ടാണ്. വേറെ കളർ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു വ്യത്യാസം ഫീൽ ചെയ്യാൻ പറ്റും. ബ്ലാക്ക് ആകുമ്പോൾ ആ കുഴപ്പമില്ല. വണ്ടിയുടെ ഫ്രണ്ടിലെ ലുക്ക് ഇതാട്ടോ. ഓവറോൾ നല്ല ഒരു ഷേപ്പിലാണ് ഒല വണ്ടിയിൽ ഇറക്കുന്നത്. അതുപോലെ തന്നെ ബാക്കിൽ സീറ്റൊക്കെ നല്ല വൈഡായിട്ടുള്ള സീറ്റാണ്. നമുക്ക് ഇരിക്കാൻ നല്ല കംഫർട്ടാണ്. 2 പേർക്ക് സുഖമായിട്ട് ഇരുന്ന് യാത്ര ചെയ്യാം കേട്ടോ. അതുപോലെ തന്നെ ഇവിടെ ആയിട്ടൊരു കപ്പ് ഹോൾഡർ പോലെ ഒരു സ്റ്റോറേജ് സ്പേസ് കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. അതൊക്കെ കൊള്ളാം. സ്പീഡോമീറ്റർ കൺസോൾ ഇതാണ്. ഓണാക്കി കഴിയുമ്പോൾ ഇങ്ങനെയാണ് അതിൻ്റെ ഇതൊക്കെ വരുന്നത്. ഡിമ്മിൽ തന്നെ നല്ല വെട്ടമുണ്ട് കേട്ടോ. നമ്മൾ ബ്രൈറ്റ് ഇടുമ്പോഴാണ് 2 ഹാലോജൻ ബൾബും വർക്ക് ചെയ്യുന്നത്. എനിക്ക് ഈ വണ്ടിയുടെ ഫ്രണ്ട് കാണുമ്പോൾ തന്നെ ഒരു AI റോബോട്ടിൻ്റെ ആ ഒരു ഫീലാട്ടോ തോന്നുന്നത്. ഇവിടെയായിട്ട് S1 പ്രോയൊക്കെ വേറെ ആരോ ബുക്ക് ചെയ്ത് വണ്ടിക്ക് വന്നിരിപ്പുണ്ട്. അതുപോലെ ഒരു സിൽവർ കളറ് S1 X ഇരിപ്പുണ്ട് കേട്ടോ. അങ്ങനെ പല വേരിയൻ്റ് വണ്ടികൾ ഇവിടെ കാണാം. പ്രോയേക്കാർ X1 X ഇച്ചിരി ഹെഡിന് പൊക്കം. അതുപോലെ തന്നെ താക്കോലിടുന്ന വണ്ടിയാണ് ഏറ്റവും നല്ലത്. ഡിജിറ്റലാകുമ്പോൾ കുറേ പ്രശ്നങ്ങളുണ്ട് കേട്ടോ. നമ്മൾ വണ്ടി എടുക്കാൻ വന്ന കേട്ടോ. ഇന്നാണ് നമ്മുടെ വണ്ടി നമുക്ക് ഡെലിവറി കിട്ടുന്നത്. വണ്ടി ഇപ്പോൾ നമുക്ക് ഡെലിവറി എടുക്കാൻ ഭാഗത്ത് ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. വണ്ടിയുടെ കൂടെ ഇപ്പോൾ നമുക്ക് മാൻഡേറ്ററി ആയിട്ട് 2 ഹെൽമെറ്റ് കിട്ടും കേട്ടോ. അതുപോലെ തന്നെ ഒരു ടൂൾ കിറ്റ്, പിന്നെ ഒരു ഫസ്റ്റ് എയ്ഡ് ബോക്സ്, അതുപോലെ തന്നെ ഒരു യൂസർ മാനുവൽ കാര്യങ്ങളെല്ലാം നമുക്ക് ഈ വണ്ടിയുടെ കൂടെ തന്നെ കിട്ടുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ നമ്പർ പ്ലേറ്റ് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ നമ്പർ പ്ലേറ്റ് കിട്ടാതെ നമുക്കിപ്പോൾ വണ്ടി പുറത്തിറക്കാൻ പറ്റില്ല. നമ്മുടെ വണ്ടിക്ക് നമ്പർ പ്ലേറ്റ് കിട്ടാൻ ഏകദേശം 2 ആഴ്ച താമസം വന്നിട്ടോ. തൊഴിൽ RTOയിൽ നിന്ന് നമുക്ക് നമ്പർ പ്ലേറ്റ് ഇപ്പം കിട്ടി വരാനായിട്ട് ഭയങ്കര താമസമാണ്. നമ്പർ പ്ലേറ്റിൻ്റെ സൈഡിലായിട്ട് 2 സ്റ്റിക്കർ ബാഡ്ജിങ് കാണാം കേട്ടോ. കുഞ്ഞുതേ വണ്ടി കയറി ആക്സിലേറ്ററൊക്കെ പിരിച്ച് നോക്കുന്നുണ്ട് കേട്ടോ. അവളത് ഈ വണ്ടി കണ്ടു കഴിഞ്ഞപ്പം നല്ല കൗതുകത്തിൽ എക്സൈറ്റ്മെൻറ്റിലാണ്. പിന്നെ ഞങ്ങൾ വണ്ടി ഡെലിവറി കിട്ടുന്നത് അവളതേ വണ്ടി ഓടിച്ചുകൊണ്ട് പോകാം കേട്ടോ. ഇത് വണ്ടിയുടെ സൗണ്ടായിട്ട് ഇത് കുഞ്ഞു കാറിലിരുന്ന് വണ്ടി പോകുന്നതിൻ്റെ സൗണ്ടൊക്കെ കേൾപ്പിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. ഈ ഓല സ്കൂട്ടറിൻ്റെ എനിക്ക് മെയിൻ അട്രാക്റ്റീവായിട്ട് തോന്നി ഇതിൻ്റെ ഡിസൈനായിട്ടോ. നമുക്ക് ഓടിപ്പോണ കാണാൻ നല്ല റോഡ് പ്രസൻസ് ആണ്. നമ്മളങ്ങനെ വീട്ടിൽ വന്നത് ചാർജറൊക്കെ കുത്തി. ഇതാണ് അതിൻ്റെ ചാർജർ വരുന്നത്. നല്ലൊരു വലിയ കനമുള്ളൊരു ബോക്സ് ആട്ടോ അതിൻ്റെ ചാർജിങ്. അപ്പോൾ നമ്മൾ കുത്തിയിട്ടിട്ടുണ്ട്. വണ്ടി അത്യാവശ്യം ചാർജ് ഉണ്ടായിരുന്നു ഓൾറെഡി കൊണ്ടുവന്നപ്പോൾ തന്നെ. എങ്കിലും നമ്മൾ പുതുതായിട്ട് മേടിച്ചുകൊണ്ട് വന്നതായതുകൊണ്ട് കുറച്ച് നേരം കുത്തിയിട്ടേക്കാമെന്ന് വെച്ചു. അപ്പോൾ നമ്മൾ ചാർജിങ് കാര്യങ്ങളെല്ലാം 12 ആംപിയറിൻ്റെ ഒരു ചാർജറാണ് നമുക്ക് ഇതിൻ്റെ കൂടെ കിട്ടിയിരിക്കുന്നത്. 4 മണിക്കൂറൊക്കെ എടുക്കും കേട്ടോ ചാർജ് ഫുൾ ചാർജ് ആവാൻ. ഫുൾ ചാർജിൽ നോർമൽ മോഡിൽ ഒരു 130 കിലോമീറ്ററൊക്കെ വണ്ടി ഓടുന്നുണ്ട് കേട്ടോ. കമ്പനി പറയുന്നത് 173 കിലോമീറ്റർ റേഞ്ചാണ്. ഇത് 3 ജനറേഷനാണ്. എന്തായാലും 1/10 ഈ വണ്ടി വളരെ വാല്യൂ ഫോർ മണി ആയിട്ട് എനിക്ക് തോന്നി കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.